വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ഈ കാലാവസ്ഥ മാറ്റങ്ങളെ കാണേണ്ട ഒരു സമയത്ത് ആ തരത്തിലുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും വലിയ ആശങ്കയുടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. മാറിയ കാലാവസ്ഥ സാഹചര്യത്തിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണമെന്നിരിക്കെ അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ തുരങ്കപാതയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളിൽ ചിലത് ഇവിടെ സൂചിപ്പിച്ചു. ഈ മല തുരക്കുമ്പോൾ സമീപ പ്രദേശത്തിനുണ്ടാകുന്ന ആഘാതമടക്കം കൃത്യമായി പഠിക്കണം. ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കനത്ത മഴ ഉണ്ടായാൽ കൃത്യമായി മുന്നറിയിപ്പ് 2 ജില്ലകൾക്ക് നൽകാനുള്ള സംവിധാനം വേണം. ഒപ്പം ഈ ബാണാസുര ചിലപ്പൻ പക്ഷികളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള പഠനം അതോടൊപ്പം തന്നെ ഈ ആനത്താര നിലനിർത്താനുള്ള ഭൂമി, അങ്ങനെ 4 വിദഗ്ധ സമിതി, ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്. പക്ഷേ കേരളം ഈ ഏതൊക്കെ രീതിയിലാണ് ഇനിയും ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ഉമ്മൻ സാർ. വയനാട്ടിലേക്ക് ഗതാഗതം നിർബന്ധമായിട്ടും ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പാതകൾ ഉണ്ടാക്കേണ്ട ആവശ്യവും തന്നെയാണ്. പക്ഷെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വയനാടിന് ആവശ്യമുള്ള മലക്കറികളായാലും അരിയായാലും എല്ലാം ബാംഗ്ലൂർ കർണാടകത്തിൽ നിന്ന് വരണമെങ്കിലും അതൊക്കെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി വെച്ച് ഒരു സാധാരണ 8 ടൺ 10 ടൺ ലോറി കൊണ്ടുവരാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ഇപ്പം നിലവിലുള്ള പാതകളൊക്കെ സ്ട്രെങ്തൻ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും ഒരു തുരങ്കപാതയ്ക്ക് വയനാട്ടിൽ ആരംഭം കുറിക്കരുത്. ഒരു തുരങ്കമുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങളും ഹെവി മെഷീനറിയുടെ ട്രാൻസ്പോർട്ടും ആ ഹെവി മെഷീനറി കുറച്ച് മാസങ്ങളായിട്ട് അവിടെ ഉണ്ടാക്കാവുന്ന പ്രകമ്പനങ്ങളൊക്കെ ഈ ഓൾറെഡി പരിസ്ഥിതി ലോലമായ പശ്ചിമഘട്ടത്തെ വീണ്ടും വീക്കാകും. നമ്മൾ ഒരു കാര്യം ആലോചിച്ചോണം. ചൂരൽമല മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലും ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ലാൻഡ് സ്ലൈഡും ഒക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഇത്രയും വലിയൊരു ബൃഹത്തായ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത് വേണോ വേണ്ടായോ എന്ന് ശാസ്ത്രീയമായി അവലോകനം ചെയ്യാനുള്ള മുന്നറിയിപ്പാണ്. ഇപ്പം ഒരു ഓപ്പൺ ഒരു ചുരമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ക്ലോസ്ഡ് ചുരത്തിൽ ഒരു ഡിസാസ്റ്റർ വന്നാൽ പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 2000 അല്ലെങ്കിൽ 3000 കോടി രൂപ അതും ഡിസാസ്റ്ററാകും, പശ്ചിമഘട്ടവും ഡിസാസ്റ്ററാകും. പശ്ചിമഘട്ടം നേരത്തെ തന്നെ ഇവിടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഹെവി മെഷീനറി കൊണ്ടുവന്ന് വലിയൊരു കൺസ്ട്രക്ഷൻ നടത്തുന്നത് തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് ഉചിതമല്ല. കൂടാതെ എൻ്റെ അഭിപ്രായത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വരുവാനായിട്ട് വലിയ ട്രക്കുകൾ, മാർബിളും റോക്സും കൊണ്ടുവരുന്ന ട്രക്കുകൾ ഒരു കാരണവശാലും വയനാട്ടിൽ കൂടി ചുരത്തിൽ ആ റോഡിൽ കൂടി കൊണ്ടുവരാൻ അനുവദിക്കാൻ പാടില്ല. സാധാരണ നോർമൽ ട്രക്സൊക്കെ അനുവദിക്കാൻ പാടുള്ളൂ. വയനാട് ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. അപ്പോൾ ടൂറിസ്റ്റിന് നിരന്തരമായിട്ട് പോകണം. ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ അത് മുടക്കപ്പെടും. വലിയ ട്രക്സൊക്കെ മറ്റേ സേഫായിട്ടുള്ള വഴിയെ മാത്രമേ വരാവൂ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സുസ്ഥിരവും പിന്നെ വളരെ സേഫായിട്ടുള്ള ഒരു ചുരം മാത്രമേ അവിടെ ഉണ്ടാക്കാനൊക്കൂ. എക്സിസ്റ്റിംഗ് ചുരം അല്ലെങ്കിൽ സമാന്തരമായിട്ട് ചുരമുണ്ടാക്കി സേഫായിട്ടുള്ള സ്ഥലത്തൂടെ ചുരമുണ്ടാക്കി അവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം ഈ തരത്തിലുള്ള ഒരു അപ്രോച്ചാണെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെങ്കിൽ ഒരു ഡിസാസ്റ്ററിൻ്റെ മുൻ സൂചനയാണ് ഞാൻ അതിൽ കാണുന്നത്. എനിക്കത് വയനാടിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം വയനാടിൻ്റെ ഒരു ഡിസാസ്റ്ററായിട്ട് മാറാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായം പറയാം.